Focus. Presented by Gulf Brothers Hair Fixing. Wipe your baldness forever. and powered by Aris Group. Focus. This program is brought to you by Chembaga Group of Institution and Vivekananda Memorial Public School. co-powered by Aris Group in association with Pace Group, Grand Hyper, Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise. മറ്റൊരാൾക്ക് ലഭിച്ചു എന്നതിൽ അസൂയപ്പെടാൻ കഴിയാത്ത ഒരേ ഒരു കാര്യം മരണമാണ്. ഫോക്കസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഡനാട്ട് ഗ്രൂപ്പ് പ്രവാസി വിശേഷം. പ്രവാസിയോട് എന്ന സെഗ്മെൻറ്റിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് പരിചയപ്പെടുത്തുന്നത് 33 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള CMC ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ഷാജി സാറിനെയാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഞാൻ 14 വയസ്സ് മുതലാണ് ഈ ഒരു മെക്കാനിക്കലായിട്ടുള്ള ഒരു ജീവിതം തുടങ്ങുന്നത്. മെക്കാനിക്കലുള്ള ജീവിതം തുടങ്ങുന്നത്. പഠിത്തത്തിൽ വളരെ മോശമായതുകൊണ്ട് ഞാൻ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വന്നതാണ്. അപ്പോൾ അവിടെ ഒരു ഞാൻ 14 വയസ്സിൽ 8ാം ക്ലാസ് തോറ്റുപോയ സമയത്ത് പിന്നെ അച്ഛനെന്ത് ചെയ്ത് കൊണ്ട് വർക്ക്ഷോപ്പിലാക്കി. അതിനകത്തൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയാൻ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ മുമ്പേ തന്നെ ആയിരുന്നു ഈ വർക്ക്ഷോപ്പും. അപ്പോൾ കൂട്ടുകാരെ കാണാൻ പറ്റുന്നുണ്ട്, ജോലി ചെയ്യാനും പറ്റുന്നു. ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക്. എങ്കിലും കുട്ടികളുടെ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുകാരുടെ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ വർക്ക്ഷോപ്പിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു ഇതുണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവും, സാധാരണ എല്ലാവർക്കും ഉണ്ടാവും. അവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. 50 പൈസ ശമ്പളത്തിലാണ് ആദ്യം തുടങ്ങുന്നത്. അവിടെ നിന്ന് 50 പൈസയ്ക്ക് 50 പിൽസ്. അവിടെ ഞാനൊരു 8 വർഷം വർക്ക് ചെയ്തായിരുന്നു. 23 വർഷം ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്തായിരുന്നു. 23 വയസ്സായപ്പോൾ ദുബായിൽ വന്നു മെക്കാനിക്കായിട്ട്. 600 രൂപ ശമ്പളത്തിന് ഒരു കമ്പനിയിൽ വന്നതാണ്. കമ്പനി ഇപ്പോഴും ഉണ്ട്, എങ്കിലും ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അവിടെ ഒരു 8 വർഷം വർക്ക് ചെയ്തു. ആ സമയത്ത് അത്യാവശ്യം ഇംഗ്ലീഷെല്ലാം സംസാരിക്കാൻ ക്ലാസ്സിൽ പോവുകയും പഠിക്കുകയും എല്ലാം ചെയ്തു. പിന്നെ സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പ് തുടങ്ങുകയും ചെയ്തു 1992 നവംബർ 15-ാം തീയതി. അന്ന് എൻ്റെ കൂടെ ഒരാളെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ കമ്പനി ഓപ്പൺ ചെയ്യുമ്പോൾ. ഇന്ന് ഏകദേശം ഒരു 230 ആൾക്കാർ ഈ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നു. 2-3 സ്ഥാപനങ്ങളുണ്ട്, അതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇന്നത്തെ സമയത്ത്. 92 ഞാൻ വർക്ക്ഷോപ്പ് ഓപ്പൺ ചെയ്തു. കാർ റിപ്പയറിങ്, പ്രീമിയം കാർ റിപ്പയറിങ്, BMW, മർസിഡീസ് എല്ലാം റിപ്പയർ ചെയ്യുന്ന ഇതാണ് ഓപ്പൺ ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ വേറൊരു സ്റ്റെപ്പ് വന്നത്. ഒരു ചേഞ്ചസ് ഉണ്ടായത് 2003 ഈ മാനുഫാക്ചറിങ്ങിലേക്ക് ഞാൻ ചെയ്തത്. വർക്ക്ഷോപ്പ് ഇപ്പോഴും ഉണ്ട്, തന്നെ മാനുഫാക്ചറിങ്ങിലേക്ക് ഒന്ന് മാറി നോക്കി. ആ സമയത്ത് നല്ല സ്കോപ്പുള്ള ബിസിനസ്സായിരുന്നു. അപ്പോഴാണ് ഞാൻ മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2008 ഞാൻ കോബ്ര കാർ ഉണ്ടാക്കുന്നത്. 2015 കാലങ്ങളിലാണ് ഈ DICയിൽ ഓപ്പൺ ചെയ്യുന്നത്, ദുബായ് ഇൻഡസ്ട്രീസിൽ ഓപ്പൺ ചെയ്യുന്നത്. ആദ്യം അൽക്കൂസിലായിരുന്നു. അപ്പോൾ 2008 കാർ ഉണ്ടാക്കിയതിന് ശേഷം ആ സമയത്ത് ഞാൻ സാധാരണഗതിയിൽ CMC ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ടിപ്പർ, ട്രെയിലർ, ഫ്യൂൽ ടാങ്ക്, വാക്കൻ ടാങ്കർ, ലോബർ ട്രെയിലേഴ്സ്, ഇതെല്ലാം നമ്മൾ ചെയ്യുമായിരുന്നു. അതിൻ്റെ കൂടെ കാറും കൂടെ ആയപ്പോൾ വേറൊരു ബ്രാൻഡ് നെയിം വന്നായിരുന്നു ക്യാപിറ്റലിന്. 2015-2016 കാലം വരെ ഈ ബിസിനസ്സായിട്ട് മുമ്പോട്ട് പോയിരുന്നു. 2017 ആയപ്പോൾ വീണ്ടും ബിസിനസ് നോർമലി എല്ലാവർക്കും കുറഞ്ഞു, എനിക്കും കുറഞ്ഞു. ആ സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത് 4 വീൽ ഡ്രൈവ് ബസ് ഉണ്ടാക്കാനായിട്ട്. ആ സമയത്ത് 4 വീൽ ഡ്രൈവ് ബസ് ഉണ്ടാക്കി 2017 ആയപ്പോൾ ഇത് മാർക്കറ്റിംഗ് ചെയ്ത് തുടങ്ങി. ഇവിടുത്തെ RT ആപ്പിളെടുത്ത് മാർക്കറ്റ് തുടങ്ങി. ഏകദേശം ഈ 2017 മുതൽ 2019 മിഡിൽ വരെ 2018 അവസാനം വരെ 113 ബസ് ഉണ്ടാക്കി വിറ്റായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഈ മൊബൈൽ ഫ്യൂൽ സ്റ്റേഷൻ വന്നത്. ഈ മൊബൈൽ ഫ്യൂൽ സ്റ്റേഷൻ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മളാണ്. കാഫൂന് വേണ്ടിയിട്ട് ഫസ്റ്റ് വെഹിക്കിൾ നമ്മളാണ് ഡെമോ ചെയ്യുന്നത്. ഏകദേശം 40 വണ്ടി അവർക്ക് ചെയ്തായിരുന്നു. അതിനുശേഷം അഡ്നോക്കിന് ചെയ്തായിരുന്നു 43 വണ്ടി. ഇപ്പം ഇനോക്കിന് വേണ്ടി ഏകദേശം 40 വണ്ടി ചെയ്തു. ഇപ്പോൾ പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് പ്രൊഡക്റ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ നമ്മളെപ്പോഴും പുതിയൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ ഇൻട്രസ്റ്റ് കാണിക്കും. പൊതുവേ എനിക്ക് ഒരു പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാന്ന് വെച്ചാൽ വളരെ സന്തോഷവും വളരെ ഒരു ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ പുതിയൊരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള അവർ ഏറ്റെടുത്തോളൂ. പിന്നെ എനിക്ക് അതിനകത്ത് റോളില്ല. പിന്നെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു പുതിയ പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്താണ് എൻ്റെ ജോലി. അതിനെ സക്സസ് ആക്കുക. അടുത്ത നമ്മുടെ പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഹോഴ്സ് കാരിയറാണ് ഇവിടുത്തെ അടുത്ത ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ്. ഇവിടെ GCCയിലാണ് ഉണ്ടാക്കുന്നില്ല. അത് ഹോഴ്സ് കാരിയർ ജസ്റ്റ് ഞാനൊരു വെറുതെ ഒരു സർവേ നടത്തിയപ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഏകദേശം 1 ലക്ഷം ഹോഴ്സ് ഉണ്ട് ഇവിടുത്തെ ഷേക്കിന് മാത്രം. അതുകൂടാതെ മിലിറ്ററി, പോലീസ് എല്ലാത്തിനും ഉണ്ട്. വെറും ഞാൻ പറഞ്ഞത് വെറും ദുബായിൽ മാത്രമാണ്. അങ്ങനെ UAEയിൽ നോക്കിയാലോ അല്ലെങ്കിൽ GCCയിൽ നോക്കിയാലോ ഒത്തിരി നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രൊജക്റ്റ്. ഇതൊരു ഭയങ്കര ലാഭമുള്ള ബിസിനസ്സാണ്. അത് നമുക്കൊരു എൻ്റെ അടുത്തൊരു വിഷൻ അതാണ്.
ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. അതെ ഇവിടെ നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇവിടെ എന്ത് ഇമ്പോർട്ട് ചെയ്ത് വരുന്നോ അത് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അത് ഈ നാട്ടിലത്തെ സാഹചര്യത്തിന് വേണ്ടി ഡെവലപ്പ് ചെയ്യുക. ഇപ്പം ഒരു സാധനം യൂറോപ്പിൽ നിന്ന് വരുന്നത് അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് വരുന്നത്, അത് അമേരിക്കയിലേക്ക് വേണ്ടി ഉണ്ടാക്കിയ പ്രൊജക്റ്റാണ്. അതിവിടെ വരുമ്പോൾ അതിനകത്ത് ചില നല്ലതും ചീത്തയും ഉണ്ടായിരിക്കും. അതിനെ മാറ്റി നമ്മൾ എന്താണ് നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക, അത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സക്സസ് ഓൺ ദാറ്റ്. നമ്മൾ പല കമ്പനിയിലും കാണാൻ പറ്റും HR എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഡിവിഷൻ തന്നെ ഉണ്ട്, അല്ലേ? ഇവിടെ HR എന്ന ഡിവിഷൻ ഇല്ല. ഞാൻ തന്നെയാണത്. കാര്യം ഞാനൊരു വർക്കറായിരുന്നുകൊണ്ട് എനിക്കൊരു ഒരു വർക്കറിൻ്റെ മനസ്സ് പഠിക്കാൻ എനിക്ക് വളരെ സമയമൊന്നും വേണ്ട. മുഖം കണ്ടാൽ മനസ്സിലാവും എന്താ ഇയാൾ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ അതാണ് എൻ്റെ ഒരു സക്സസ്. കാര്യം എനിക്കൊരു ഇത്രയും ആൾക്കാരെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതുകൊണ്ടാണ്. ഈ ഒരു 144 ആൾക്കാരുണ്ട്. ഈ 144 ആൾക്കാർ ഒരു ഫാമിലി പോലെയാണ് പോകുന്നത്. ഇവിടെ അതെൻ്റെ കമ്പനിയുടെ ഒരു ഇതാണ്. കാര്യം നമ്മുടെ കമ്പനിയിൽ പൊളിറ്റിക്സ് ഇല്ല. ഇല്ലെങ്കിൽ മിക്കവാറുള്ള കമ്പനിയിൽ പൊളിറ്റിക്സ് കാണാൻ പറ്റും. GM മുതൽ താഴോട്ടില്ല. അപ്പോൾ എന്ത് ബിസിനസ് ചെയ്താലും അതിനെക്കുറിച്ചുള്ള 100% നോളജ് ഈ ഇൻവെസ്റ്റർക്ക് വേണം. എങ്കിൽ മാത്രമേ ആ പ്രൊജക്റ്റ് സക്സസ് ആക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ആൾക്കാർ സക്സസ് ആയിട്ടുള്ളൂ. ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആൾക്കാർ, ഞാൻ പറഞ്ഞില്ല, പിന്നെ ട്രേഡിംഗ് കമ്പനിയൊക്കെ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മൾ സർവീസ് ഇൻഡസ്ട്രിയും ട്രേഡിംഗ് ഇൻഡസ്ട്രിയും രണ്ടായിട്ടിനെ കാണണം. ഇപ്പോൾ ട്രേഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ച് വിൽക്കുന്നതൊക്കെ അറിയാൻ പറ്റും. പക്ഷേ സർവീസ് ഇൻഡസ്ട്രി അതല്ല. സർവീസ് ഇൻഡസ്ട്രി യു ഷുഡ് നീഡ് നോളജ്. അപ്പോൾ അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് മാത്രം ആ സൈഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ട്രേഡിങ്ങിൽ നിങ്ങൾ മില്യൺസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ബൈ ആൻഡ് സെയിൽ, നോ പ്രോബ്ലം. പക്ഷേ ഇതല്ല. 100% സർവീസ് ഇൻഡസ്ട്രി ആകുമ്പോൾ കസ്റ്റമറിനെ മനസ്സിലാക്കിയിരിക്കണം, പ്രൊഡക്റ്റ് മനസ്സിലാക്കിയിരിക്കണം, അത് നമ്മളെ കമ്പനി ഇറങ്ങുമ്പോൾ പെർഫെക്റ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കണം. ഇതെല്ലാം നമ്മളൊരു തേർഡ് പാർട്ടി ഡിപ്പെൻഡ് ചെയ്താൽ അത് ഇറ്റ് വിൽ നോട്ട് സക്സസ്. Hello and welcome to another segment with Aras Medical Devices Exclusive as we continue on our journey of exploring medical devices. Hi everyone, I'm John Paul. I'm working as a biomedical engineer in Aras Group of Companies. I'm very glad to introduce one of our products, oxygen concentrator. The oxygen concentrator selectively removing the nitrogen and produce the oxygen. Now we're going to see basic function of oxygen concentrator and safety method. So the basic function, we are using one antimicrobial filter. It will filter the air from there is lot of dust particles in the atmosphere, so it will affect the machine and also patient. So we can use antimicrobial filter. It will filter the dust particles and carbon molecules also. So after that we have inbuilt one piston type compressor. It will suck the air and give it to the regulator. The regulator will regulate the air, give it to patient end. The patient end, it will it is attached with humidifier. The humidifier will deliver the medical oxygen along with the humidity. So we can regulate the oxygen from 0 to 5 LPM. So we can fix based on the patient condition. If patient is more sick, you can get an opinion from doctors, then you can use it. So about safety method, we have low pressure alarm, then high pressure alarm, then purity alarm. The purity alarm give a alarm to the purity level is under 89 to 85. So it can maintain 93% of purity in the oxygen level. About the safety features, we have high pressure alarm, low purity alarm, and then low pressure alarm. The main advantage is you can take wherever you go. You can use in car or home care. You can take it in the hospital also. So we have two types of chargers. We have inbuilt batteries also. We have car chargers and also AC power supply. You can wherever you go, you can take this. It is mainly used for asthma patient and breathing disorder patients, even though COVID patient also. In this package, we have provide concentrator, car charger, one additional batteries, and then AC power supply, along with bag to easily carry wherever you go. The Aras Group of Companies mainly focusing on health and safety. So we provide nasal cannulas, batteries, and charger along with this unit. For sales and service, please contact us. We have wide range of healthcare products.
Aris Group UAE. Aris Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aris Group. Call 971424457. മിന്നൂസിന്റെ റെഡി ടു കുക്ക് ഇഡ്ഡലി ദോശമാവും ചട്നിപ്പൊടിയും ഉണ്ടെങ്കിൽ ഉറപ്പാണ് ബ്രേക്ക്ഫാസ്റ്റ് നന്നാകും. മിന്നൂസ്, നിങ്ങളുടെ ഹൃദയം പോലെ പരിശുദ്ധമായത്. അറേബ്യൻ നാടുകൾക്ക് നവോന്മേഷം പകരുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ചായ ഹൈ ടീ. ഹൈ ടീ, ഫൈൻ ക്വാളിറ്റി. Hello and welcome to Eurotravel's Visa Change Details. 90 days visa change rate is only 1299 dirhams and 30 days visa change rate is only 1049 dirhams. We assist you with your air ticket, hotel bookings and UAE tourist attractions. Contact us for more details. Wide variety of delicious dishes instantly. Sharavana Instant Cook. Quality without compromise. Gulf Brothers Hair Fixing. Wipe your baldness forever. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എഡ്യൂക്കേഷണൽ പ്ലസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം എഡ്യൂക്കേഷണൽ പ്ലസിലുള്ളത് ചെമ്പക എഡ്യൂക്കേഷൻസിൻ്റെ ചെയർമാനും അഥീന എഡ്യൂക്കേഷൻസിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള മിസ്റ്റർ VNP രാജ് സാറാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. 10-ലധികം മതഗ്രന്ഥങ്ങൾ പഠിച്ച് അതിൽ നിന്നുള്ള കോർ വാല്യൂസാണ് സാറിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഹൗ ഡിഡ് യു മേക്ക് ദിസ് പോസിബിൾ? ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഈസി. ഇത്രയും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രന്ഥങ്ങൾ പഠിച്ച് ഒരുപാട് ധ്യാനിച്ച് അതിൽ നിന്നുള്ള കോർ വാല്യൂസ് എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. സോ എങ്ങനെയാണ് സാറിന് അത് സാധിച്ചത്? മതങ്ങളെ പലതായി കാണുന്നത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ പാപ്പരത്വമാണ്. എല്ലാ മതങ്ങളും ഒന്നാണ്. മതങ്ങളെ അറിയാതെ, മതങ്ങളിലെ അന്തസത്ത അറിയാതെ, മതപുസ്തകങ്ങൾ പഠിച്ചിട്ട് ഇത് എൻ്റെ മതം എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം ഇരിക്കുന്നത്. എൻ്റെ എന്നുള്ള വാക്ക് മാറ്റിയിട്ട് ഇത് മതം, ഞങ്ങളുടെ മതം എന്നാക്കി കഴിയണം. എല്ലാ മതവും ഞങ്ങളുടെ മതം. ഞങ്ങൾ ആ മതത്തിൽ വിശ്വസിക്കുന്ന രീതികൾ പലതാണെങ്കിലും ഇത് ഞങ്ങൾക്ക് ഒന്നിച്ച് പാർക്കാനുള്ള മതം എന്നുള്ള രീതിയിൽ ഈ മതങ്ങളെ മനുഷ്യൻ കാണാൻ പഠിക്കണം. കണ്ണിലൂടെ കാണുന്നതിനോടെല്ലാം മോഹം, മൂക്കിലൂടെ മണത്തതിനെയും നാക്കിലൂടെ രുചിച്ചതിനെയും ശരീരത്തിലൂടെ സ്പർശിച്ചതിനെയും ചെവികളിലൂടെ കേട്ടതിനോടെല്ലാം സ്നേഹം, അതിൻ്റെ പുറകെ പായും മായ എന്നതിനെ ഹിന്ദുമതത്തിൽ പറയും, ഹിന്ദുമത പുസ്തകങ്ങളിൽ പറയും. മായയുടെ പിറകെ ഓടി അന്തസ്സത നഷ്ടപ്പെട്ടു പോകും. കാരണം ഇത് നിങ്ങളെ വലച്ച് 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 നിങ്ങളെ വേദനാജനകമാക്കും. അതിന് പറഞ്ഞൊരു വഴിയാണ് റെസ്ട്രെയിൻറ്റ്. റെസ്ട്രെയിൻറ്റിന് ഹിന്ദുമതത്തിൽ എഴുതി വച്ചിരിക്കുന്നതാണ് ബ്രഹ്മചര്യം. ബ്രഹ്മചര്യ അവസ്ഥയിൽ നിങ്ങൾ ഒരു മെച്യൂർഡ് മാൻ, അഡൾട്ട് ആകുന്നതിന് മുമ്പ് നിങ്ങൾ അനുഷ്ഠിക്കേണ്ട ജീവിത രീതിയാണ് ബ്രഹ്മചര്യം. ഈ ബ്രഹ്മചര്യത്തിൽ വിദ്യാഭ്യാസം മൊത്തം നടക്കണം, അനുഷ്ഠാനങ്ങൾ മൊത്തമായി പഠിക്കണം, കളരി പഠിക്കണം, ശരീരത്തിൻ്റെ രക്ഷ പഠിക്കണം, നിങ്ങളുടെ കണ്ണുകളെ മനസ്സിൽ നിർത്താൻ പഠിക്കണം, നിങ്ങൾ സമൂഹത്തിൽ ദുഷിച്ചു പോകാതിരിക്കുക, കള്ളു കുടിക്കാൻ പാടില്ല, കഞ്ചാവ് വലിക്കാൻ പാടില്ല. നിങ്ങൾ കംപ്ലീറ്റ് ശുദ്ധി വൃത്തിയിൽ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് നല്ലൊരു വ്രതാനുഷ്ഠാനങ്ങളിലൂടെ ബ്രഹ്മചര്യം കഴിഞ്ഞ് നിങ്ങൾ വെൽ എഡ്യൂക്കേറ്റഡായി. ഇനി യു ആർ ഫ്രീ. ഇനി ബ്രഹ്മചര്യം കഴിഞ്ഞു, പീരിയഡ് ഓഫ് റെസ്ട്രെയിൻറ്റ് കഴിഞ്ഞു. ഇനി അടുത്തെന്താ? ഇനി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം, സമ്പൂർണ്ണ 100% ഇൻഡിപെൻഡൻസ്.
എന്തിനൊക്കെ? നിങ്ങൾക്ക് ഉത്തമനായി ജീവിക്കാം, നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ വേണമെങ്കിൽ പോവാം, പോയാൽ ഇരുന്ന് പ്രാർത്ഥിക്കാം, നിന്ന് പ്രാർത്ഥിക്കാം, ഉരുണ്ട് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോകണ്ടെങ്കിൽ പോകണ്ട, കല്യാണം കഴിക്കണമെങ്കിൽ കഴിക്കാം, കഴിക്കണ്ടെങ്കിൽ കഴിക്കണ്ട. നിങ്ങൾ ഉത്തമനായൊരു പുരുഷനാണ് അല്ലെങ്കിൽ സ്ത്രീയാണ്. നിങ്ങൾക്ക് നിങ്ങളെ സ്വാതന്ത്ര്യം, ഞാൻ നേരത്തെ പറഞ്ഞ ഗീവ് ലിബർട്ടി, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കാൻ അറിയാം. ഗീവ് ജസ്റ്റിസ്, നിങ്ങൾക്കതറിയാം. അതുപോലെ ഈക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കറിയാം. കെയർ അറിയാം, ഷെയർ അറിയാം, ഫെയ്ത്ത് അറിയാം. എല്ലാം നിങ്ങളായി കഴിഞ്ഞു. റെസ്ട്രെയിൻറ്റിലൂടെയാണ് ഇത് വരുന്നത്. യു ആർ നൗ എ ഫ്രീ മാൻ. ലീവ് റൈറ്റ്, നേരായ മാർഗത്തിൽ നീ ജീവിച്ചോ. നിനക്ക് ഒരു വിലക്കുകളും കൽപ്പിച്ചിട്ടില്ല. പിന്നെയുള്ളൊരു പ്രശ്നം, പിന്നെ എന്തിനാ ബുദ്ധൻ വന്ന് ഇതെല്ലാം പറഞ്ഞല്ലോ. പക്ഷെ കാലഘട്ടം മാറുമ്പോൾ മനുഷ്യനിൽ സ്വാർത്ഥത കൂടും. ഇത് നിൽക്കത്തില്ല. അവന് അനുഷ്ഠാനങ്ങളുണ്ട്, പക്ഷെ അന്തസ്സത്തെ ഇല്ലാണ്ടാവും. അവൻ കാക്കാനും മോട്ടിക്കാനും അനധികൃതമായി ജീവിക്കാനും ഒക്കെ തുടങ്ങും. എന്തുകൊണ്ടാണ്? ഒന്ന്, മായാവലയത്തിൽ പോകുന്നു. രണ്ട്, അവൻ്റെ ആഗ്രഹങ്ങൾ കൂടുന്നു, സ്വാർത്ഥത വർദ്ധിക്കുന്നു. അപ്പം ബുദ്ധൻ ഇങ്ങ് വന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ കൊള്ളാം, നീ സ്വാതന്ത്ര്യം കൽപ്പിച്ചവനാണെങ്കിലും ഒരു കാര്യം നീ പാലിച്ചേ പറ്റൂ. ലീവ് റൈറ്റ്, നേരായ മാർഗത്തിൽ ജീവിക്കൂ. എന്ന് നിന്നിൽ സ്നേഹവികാരം വരുന്നു. നമുക്കുള്ള പ്രശ്നമാണ്, ഞങ്ങൾക്ക് സ്നേഹമൊന്നുമില്ല, നമ്മളെല്ലാം ആക്ടിങ് ആണ്, സ്നേഹമാണെന്ന് ചുമ്മാതെയാണ്. എന്ന് നിന്നിൽ സ്നേഹം വരുന്നുവോ, എന്ന് നീ സ്നേഹിക്കുന്നു എന്നറിയണോ, അന്ന് നീ നിൻ്റെ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അന്ന് നീ പള്ളിയിൽ പോയി പിതാവിനോട് ശത്രുവിൻ്റെ നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എന്നിൽ സ്നേഹമാണ്, എന്നിൽ ദുഷ്ബുദ്ധിയും കുബുദ്ധിയുമില്ല. എന്നിൽ സ്നേഹം മാത്രം വന്നാൽ ഞാൻ നീതിമാനായിക്കൊള്ളും. ഇതിനപ്പുറം ലഘൂകരിച്ച് മനുഷ്യനെ നീതിപൂർണനാക്കാൻ യേശുദേവൻ്റെ സ്നേഹമന്ത്രത്തിനപ്പുറം ഒരു മന്ത്രം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ മനുഷ്യൻ പിന്നെയും കാലഘട്ടം കടക്കുമ്പോൾ അവൻ അനീതിയാണ്, കൊല്ലും, എന്തും കൊന്നും കൊലവിളിച്ചും എൻ്റെ കാര്യം ചതിക്കും. ആ കാലഘട്ടം വന്നപ്പോൾ അന്ത്യപ്രവാചകനായിട്ട് പ്രോഫറ്റ് പീസ് ബി അപ്പോൺ ഹിം ജനിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ നല്ലൊരു വചനമാണിത്. നിന്നോട് നേരായ മാർഗത്തിൽ ജീവിക്കാൻ പറഞ്ഞു. സ്വാതന്ത്ര്യം നിനക്ക് പറ്റില്ല, നിനക്ക് അർഹനല്ല, നീ ആർക്കും സ്വാതന്ത്ര്യം കൊടുക്കത്തില്ല. നേരായ മാർഗത്തിൽ ജീവിക്കാൻ പറഞ്ഞു, നീ പുസ്തകം അന്വേഷിച്ച് കിടന്നു, നിനക്കത് പറ്റിയില്ല. സ്നേഹത്തോട് നേരായ മാർഗത്തിൽ ജീവിക്കാൻ പറഞ്ഞു, നിനക്കും അറിയത്തില്ല. ഈ ഒരേ ഒരു കാര്യം, നിനക്ക് നിയമം. അവസാനമായിട്ട് നീ പുസ്തകം ചോദിച്ച് നടന്നില്ല, ഞാൻ ആ പുസ്തകം എഴുതുവാണ്. ഇതിലെല്ലാം ഞാൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഒരു നല്ല മനുഷ്യനാകാൻ വേണ്ടിയുള്ള എല്ലാം, എ റൈറ്റിയസ് മാൻ ആകാനുള്ള എല്ലാം ഈ പുസ്തകത്തിലുണ്ട്. നീ ഇനി പുസ്തകം അന്വേഷിച്ച് നടക്കണ്ട, പക്ഷേ നിൻ്റെ ഒടുക്കലത്തെ പുസ്തകമാണ്. ഇതിനപ്പുറം ഇനി ഒരു പുസ്തകം വരാൻ പോകുന്നില്ല. അതിനകത്ത് പ്രതിപാദിക്കുന്ന വിഷയങ്ങളാണ് ലേൺ ടു ഷെയർ, ലേൺ ടു കെയർ, ബിൽഡ് ഫെയ്ത്ത്, ലീവ് ഇൻ ഹ്യൂമാനിറ്റി ആസ് എ ഹ്യൂമൻ ബീയിങ്. ഒരു മനുഷ്യനെ എങ്ങനെ ജീവിക്കണമെന്ന് നിയമപുസ്തകം എഴുതി വച്ചിട്ട് പറഞ്ഞു, ഇതും പ്രകാരം നീ ജീവിച്ചേ പറ്റൂ. ഇതിൻ്റെ അവസാനത്തെ പുസ്തകമാണ്. എന്നോട് പറയൂ, ഏത് മതമുണ്ട് മനുഷ്യനെ റൈറ്റിയസ് ആയിട്ട് ജീവിക്കാൻ അല്ലാതെ ഈ ഭൂമുഖത്തേക്ക് വന്നത്? കാലഘട്ടം മാറിയപ്പോൾ, സാഹചര്യം മാറിയപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മിശായമാർ വന്നു. ഇവിടെ വന്നിട്ട് മനുഷ്യനെ നേരായ മാർഗം ജീവിക്കാൻ പറഞ്ഞു. അവൻ അതും പിടിച്ച് തല്ലുകൂടി തങ്ങളിൽ കൊലയും വിളിച്ച് നടക്കേണ്ട യാതൊരു ആവശ്യവും എൻ്റെ തീരുമാനങ്ങളിലില്ല, എൻ്റെ ചിന്തകളില്ല, ഞാൻ അറിയുന്ന ലോകത്തുമില്ല. ഇന്നത്തെ എഡ്യൂക്കേഷണൽ പ്ലസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. താങ്ക് യു. ഹായ്, ഞാൻ അപർണ ബാലമുരളി. ഞാൻ അസീസിയയിൽ കുറേ തവണ വന്നിട്ടുണ്ട്. മെയിനായിട്ട് നമ്മുടെ ഗ്രോസറീസ് വാങ്ങാനാണ് വന്നിരിക്കുന്നത്. അതല്ലാണ്ട് ഞാൻ ഭക്ഷണം കഴിക്കണത് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ ഇരുന്ന് വിശദമായിട്ട് ഭക്ഷണം കഴിക്കണം. എനിക്ക് തോന്നുന്നു ഇവിടെ കഴിക്കുമ്പോൾ നമ്മുടെ വയറ് മാത്രമല്ല മനസ്സും നന്നായി നിറയും. അതുമാതിരിയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതും. ഇവിടെയുള്ള എല്ലാവരുടെയും സർവീസ് ആണെങ്കിലും ഫുഡാണെങ്കിലും ടോപ്പ് ക്ലാസ് ആണ്. This is a wonderful hall
ഭയങ്കര പീസ്ഫുള്ളാണ്. പിന്നെ എന്താ പറയുക, എല്ലാ വക ഫെസിലിറ്റീസ് ഉണ്ട്, ഗ്രേറ്റ് പാർക്കിംഗ് സ്പേസ്. പിന്നെ ഇവിടെ ഓർഗാനിക് എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, വിച്ച് ഐ എം ആക്ച്വലി എ കസ്റ്റമർ ഓഫ്. ആൻഡ് ഓർഗാനിക് ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. സോ ഗ്ലാഡ് ടു ബി ഹിയർ. ഞാനിപ്പോൾ അസീസിയ കൺവെൻഷൻ സെൻറ്ററിൽ അസീസിക്കയുടെ ഭാര്യ ഉണ്ടാക്കിയ സ്പെഷ്യലായിട്ടുള്ള വിഭവങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും വിസ്താരമായ ഒരു ഏരിയയാണ് ഇതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഭക്ഷണം അതിൻ്റെ സ്വാദ് പറഞ്ഞറിയിക്കാതിരിക്കാൻ വയ്യ. അത്രയ്ക്കും വെറൈറ്റി ആയിട്ടുള്ള ഫുഡും സ്വാദിഷ്ടമായിട്ടുള്ള ഫുഡുമാണ് ഇവിടെ ഞങ്ങൾക്ക് ലഭിച്ചത്. നല്ല ഓഡിറ്റോറിയം ആയിരുന്നു. കാരണം എത്രയും നല്ലൊരു ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ നടത്താൻ പറ്റിയ രീതിയിൽ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു, നമ്മൾ വീടിനകത്തെ നല്ല നമുക്കൊരു ഭയങ്കര ഫാമിലി മൂഡ് തോന്നുന്നു. അത്ര നല്ലൊരു ഓഡിറ്റോറിയമാണ്. ഞാൻ ആദ്യമായിട്ടാണ് അസീസിയ ഗാർഡൻസ് എന്നൊരു ഓർഗാനിക് സെൻറ്ററിൽ വരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിലൂടെ പോകുമ്പം ഈ സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. ശരിക്കും ഒരു അമേസിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്വപ്നതുല്യമായ ഒരു സ്ഥലം തന്നെയാണ്. അതിമനോഹരമായിട്ടുള്ള എല്ലാ ഏരിയാസും, റെസ്റ്റോറൻ്റ് ആകട്ടെ, ഷോപ്സ് ആകട്ടെ, പ്രോഡക്റ്റ്സ് ആകട്ടെ, എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും ഞാനിവിടുത്തെ ഒരു സ്ഥിരം സന്ദർശകയായിരിക്കും. ഞാനിപ്പോൾ കൊച്ചിയിൽ അസീസിയ ഗാർഡനിലാണ്. ഐ ഹാഡ് ഓസം ഫുഡ് ഫ്രം ഹിയർ ആൻഡ് ദ സ്പെഷ്യാലിറ്റി ഇസ് ദാറ്റ് ഇറ്റ് ഈസ് ഓർഗാനിക് ഫുഡ്. സോ ഇറ്റ്സ് സംതിങ് ദാറ്റ് യു ഡോണ്ട് ഗെറ്റ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഓർഗാനിക് ഫുഡ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ബട്ട് ഹിയർ യു ഗെറ്റ് ലൈക്ക് റിയലി ഓസം ഓർഗാനിക് ഫുഡ് ഹിയർ ആൻഡ് ഇറ്റ്സ് പ്രിറ്റി ടേസ്റ്റി ഓൾസോ. അസീസിയിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വന്നത്. ഫുഡ് ഭംഗിയായിട്ട് ആക്കി വെക്കുമ്പോഴോ അല്ലെങ്കിൽ ഭയങ്കര ടേസ്റ്റായിട്ട് വെച്ചാൽ അത് വിളമ്പുന്നതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരാളുടെ മനസ്സിലേക്ക് കയറണമെങ്കിൽ ഫുഡിൽ കൂടെ വയറ്റിൽ കൂടെ കയറാൻ പറ്റുള്ളൂ. അതാണ് ഫുഡിൽ കൂടെ ആൾക്കാർ കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ടല്ലോ. അതാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതാണ് ഫുഡ് ഹാസ് ടു ബി സെർവ്ഡ് വിത്ത് ലവ്. Gulf Brothers Hair Fixing. Wipe your baldness forever. Aris Group UAE. Aris Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aris Group. Call 971-424457. Wide variety of delicious dishes instantly. Sharavana Instant Cook. Quality without compromise. മിന്നൂസ് ഫുഡ് പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. നിലമ്പൂരിലെ മിന്നൂസിൻ്റെ ഫുഡിൻ്റെ രസക്കൂട്ട് തുടങ്ങിയിട്ട് ഏകദേശം 8 വർഷത്തെ യാത്രയായി. ഈ 8 വർഷത്തെ യാത്രക്കിടയിൽ അവർ ഒരുപാട് ഫുഡിൻ്റെ ക്രമങ്ങൾ നിലമ്പൂരുകാർക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണെന്നും നമുക്ക് ചോദിച്ചറിയാം. ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് മിന്നൂസ് ഫുഡ് പ്രോഡക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ അരുൺ കുമാർ KN ആണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. ഞാൻ വേറൊരു കാറ്റഗറിയിലായിരുന്നു ജോലി.
അപ്പോൾ എക്സ്ട്രാ ഒരു ഇൻകം കിട്ടുന്ന ഒരു ബിസിനസ്സിനോട് എപ്പോഴും താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ വീട്ടിൽ ഇവിടെ ഇല്ലാത്ത, ഞങ്ങളുടെ നാട്ടിലില്ലാത്തൊരു ബിസിനസ് അല്ലെങ്കിൽ ഇല്ലാത്തൊരു സംരംഭം തുടങ്ങണം എന്ന മനസ്സിൽ എപ്പോഴും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛന് ജ്വല്ലറി ആയിരുന്നു. അപ്പോൾ ആ ഒരു പാരമ്പര്യം വെച്ച് ആ ഒരു ബിസിനസ് ഫീൽഡിനോട് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇല്ലാത്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ പിന്നെ അമ്മ വീട് ഇതേപോലെ പാലക്കാട് കൽപ്പാത്തിയിൽ ആണ് അമ്മ വീട്. അമ്മ നന്നായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി തരും, ദോശ ഉണ്ടാക്കി തരും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അത് അടിപൊളി ടേസ്റ്റാണ്. ദോശയാണെങ്കിൽ ക്രിസ്പി ആയിട്ടുള്ള നല്ല നെയ് റോസ്റ്റ് പോലെ ആണെങ്കിൽ, ഇഡ്ഡലി ആണെങ്കിൽ പൂ പോലത്തെ ഇഡ്ഡലിയും. അപ്പോൾ അത് എല്ലാവരിലും എത്തിക്കാനുള്ള ഒരു ഇത് ഞാനത് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ലോക്കലായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഏരിയയിൽ സപ്ലൈ ചെയ്തു. പക്ഷെ ആളുകൾക്കത് ഇഷ്ടമായി. അടുത്ത സ്റ്റെപ്പ് തൊട്ടടുത്ത പട്ടണത്തിലേക്ക് സപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഓരോ മേഖലകളിലേക്ക് കയറി ചെന്നത്. അതിൻ്റെ ഈ ചട്നി ഇതേപോലെ ദോശമാവിൻ്റെ കൂടെ തന്നെ വീട്ടിൽ ഇഡ്ഡലിക്കും ദോശയ്ക്കും തരുന്നൊരു ചട്നിപ്പൊടി, ദോശപ്പൊടി എന്നൊക്കെ പറയും, ഇഡ്ഡലിപ്പൊടി പല ഭാഗത്ത് പല പേരെ പറയും. അത് അമ്മ തരായിരുന്നു. അത് ഞാൻ എന്ത് ചെയ്തു, ആളുകൾക്ക് ഇഷ്ടം, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് പുറമേ ആളുകൾക്ക് ഇഷ്ടമാകുമെന്ന് അറിയണമല്ലോ. ഇഡ്ഡലി മാവിൻ്റെ കൂടെ ഫ്രീ കൊടുത്തു, 100 ഗ്രാം ഫ്രീ കൊടുത്തപ്പോൾ ആൾക്കാർ പിന്നെ ഒന്നിച്ച് ബൾക്ക് ചോദിക്കാൻ തുടങ്ങി, 200 ഗ്രാം 500 ഗ്രാം. അപ്പോൾ അത് സെപ്പറേറ്റ് പാക്കറ്റാക്കി ഇറക്കി. അത് ചെറിയ യൂണിറ്റ് ആയിരുന്നു. പക്ഷേ അത് നമ്മൾ കേരളം മൊത്തം എത്താനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് വേറെ സ്ഥലം വാങ്ങിച്ച് ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി മാറ്റി. ഇപ്പോൾ പുതിയ സംരംഭം കേരളം മൊത്തം, അതുപോലെ കർണാടക, ആന്ധ്ര ഭാഗങ്ങളിലേക്ക് സപ്ലൈ ചെയ്യാനുള്ള തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി 2022 വർഷമാകുമ്പോൾ ദുബായിലൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഒരു എന്താ പറയുക, പാക്കറ്റൊക്കെ ഇത്രയും മോഡേണായിട്ടുള്ള പാക്കറ്റ്, സിമ്പിൾ പാക്കറ്റായിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു പിന്നെ മാവ് വാങ്ങുന്നൊരു ഒരു പരിപാടി ഇതില്ല. ഇപ്പോൾ എറണാകുളം, തൃശ്ശൂർ സിറ്റികളിലാണ് ഇത് അന്ന് ഉള്ളത്. ഞാൻ ആദ്യം കൊടുത്ത സമയത്ത് ഒരാഴ്ച സെയിലേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പുറമെ ആളുകൾ പോയി എറണാകുളം, തൃശ്ശൂരൊക്കെ ഫാമിലിയൊക്കെ വെക്കേഷനൊക്കെ വരുമ്പോൾ അവിടെ വാങ്ങി ശീലിച്ച ആളുകൾ ഇവിടെ വന്ന് വാങ്ങാൻ തുടങ്ങി. പിന്നെ പതുക്കെ അത് മൂവിങ് ആയി തുടങ്ങി. പിന്നെ നല്ല ക്ലിക്കായി. ഇത് പിന്നെ ബിന്നൂസിന് സംരംഭം ഉയർച്ചയിലെത്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സ്റ്റാഫ് ഉണ്ടെങ്കിൽ കൂടി നമ്മൾ അവരുടെ കൂടെ ഒപ്പം നിന്നിട്ട് അവരുടെ കൂടെ ചേർന്ന് പണിയെടുക്കുക. അപ്പോൾ അവർക്കും ഒരു മാനസികമായിട്ടുള്ള ഉല്ലാസം ഉണ്ടാവും, പണിയെടുക്കാനുള്ള ഇൻട്രസ്റ്റും കൂടും. അവരുടെ കൂടെ ഇപ്പോൾ പുലർച്ചെ 4 മണിക്കൊക്കെ ഇവിടെ വരും. 4 മണിക്ക് വണ്ടി ലൈനിൽ പോകാനുള്ള ആളുകളൊക്കെ ഡ്രൈവേഴ്സൊക്കെ ഇവിടെ വരും. അതുപോലെ അരിയിലൊക്കെ വെള്ളം ഒഴിക്കണം, അരി കുതിരണം. ഇപ്പോൾ 4 മണിക്കൂറെങ്കിലും കുതിരണം എന്നാണ്. അപ്പോൾ ആ പുലർച്ചെ 4 മണിക്ക് വന്ന് ഇവിടെ അടിയിലൊക്കെ വെള്ളം ഒഴിച്ച് വണ്ടിയൊക്കെ പോകുന്നവരെ 6 മണി 7 മണി ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഇവരുടെ കൂടെ തന്നെ, പണിക്കാരുടെ കൂടെ തന്നെ എപ്പോഴും നമ്മളുണ്ടാവും. ടീം മിന്നൂസ് ഫുഡ് പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഈ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു എക്സൈറ്റിംഗ് എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൈനിങ് ഓഫ്, RJ ജോബി, മസല. ഇന്നത്തെ ഫോക്കസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട മെയിൽ ID focus123@gmail.com. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. Till then, this is Nisha Yusuf signing off. Focus. Presented by Gulf Brothers Hair Fixing. Wipe your baldness forever. And powered by Azizia Organic World. RS Group, Focus. This program is brought to you by Chembaga Group of Institution and Vivekananda Memorial Public School. Co-powered by RS Group. In association with Pace Group, Grand Hyper, Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise.